ഹലോ. ഇന്ന് നമ്മൾ രണ്ട് പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. അക്കൗണ്ട് റിസീവബിളും അക്രൂവൽ അക്കൗണ്ടിങ്ങും. അക്കൗണ്ട് പേയബിളിൻ്റെ ബാക്കിയായിട്ട് വരുന്ന പോർഷനാണിത്. അക്കൗണ്ട് റിസീവബിളിൽ നമുക്ക് നോക്കാനുള്ളത് എന്താണ് അക്കൗണ്ട് റിസീവബിൾ, എന്താണ് അക്കൗണ്ട് റിസീവബിളിൻ്റെ ഇമ്പോർട്ടൻസ്, എങ്ങനെയാണ് നമ്മൾ അക്കൗണ്ട് റിസീവബിൾ ഇമ്പ്രൂവ് ചെയ്യുക, അതുപോലെ അക്കൗണ്ട് റിസീവബിളും അക്കൗണ്ട് പേയബിളും തമ്മിലുള്ള മെയിൻ ഡിഫറൻസസ് എന്തൊക്കെയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അക്രൂവൽ അക്കൗണ്ടിങ് എന്ന് പറയുന്ന ടോപ്പിക്കും കൂടെ നോക്കാനുണ്ട്. ആദ്യം നമുക്ക് അക്കൗണ്ട് റിസീവബിൾ എന്താണെന്ന് നോക്കാം. ഡെഫിനിഷൻ: അക്കൗണ്ട് റിസീവബിൾ AR is the proceeding or payment which the company will receive from its customers who have purchased its goods and services on credit. Usually, the credit period is short, ranging from few days to months, or in some cases maybe a year. അക്കൗണ്ട് റിസീവബിൾ എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ കസ്റ്റമേഴ്സിന് ക്രെഡിറ്റിന് സാധനം വിൽക്കുന്ന സമയത്ത് നമുക്ക് ഒരു പുതിയ ക്ലാസിഫിക്കേഷൻ ഓഫ് അസറ്റ് ഉണ്ടാവും. ആ അസറ്റാണ് ഡെപ്റ്റേഴ്സ്, നമുക്ക് പൈസ തരാനുള്ള ആൾക്കാർ. ആ ഡെപ്റ്റേഴ്സിനാണ് നമ്മൾ അക്കൗണ്ട് റിസീവബിൾ എന്ന പേര് പറയുന്നത്. ഡെപ്റ്റേഴ്സിന് നമ്മൾ കൊടുക്കുന്ന ക്രെഡിറ്റ് പീരീഡ് വാരി ചെയ്യും. ചിലപ്പോൾ കുറച്ച് ദിവസമായിരിക്കും, ചിലപ്പോൾ മന്ത്സ് ആയിരിക്കും, ചിലപ്പോൾ ഇയർ വരെ ആവാൻ വേണ്ടി സാധ്യതയുണ്ട്. ഡിസ്ക്രിപ്ഷൻ എന്താ പറയുന്നത് നോക്കാം. ദ വേർഡ് റിസീവബിൾ റെഫേഴ്സ് ടു ദ പേയ്മെൻറ്റ് നോട്ട് ബീയിങ് റിയലൈസ്ഡ്. നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ലാത്ത പേയ്മെൻറ്റിനാണ് റിസീവബിൾ എന്ന് പറയുന്നത്. ദിസ് മീൻസ് ദ കമ്പനി മസ്റ്റ് ഹാവ് എക്സ്റ്റെൻഡഡ് എ ക്രെഡിറ്റ് ലൈൻ ടു ഇറ്റ്സ് കസ്റ്റമേഴ്സ്. യൂഷ്വലി ദ കമ്പനി സെൽസ് ഇറ്റ്സ് ഗുഡ്സ് ആൻഡ് സർവീസസ് ബോത്ത് ഇൻ ക്യാഷ് ആസ് വെൽ ആസ് ഓൺ ക്രെഡിറ്റ്. കമ്പനി ക്യാഷിനും ക്രെഡിറ്റിനും സാധനം വിൽക്കാറുണ്ട്. ക്രെഡിറ്റ് പീരീഡ് എക്സ്റ്റെൻഡ് ചെയ്തതുകൊണ്ടാണ് അവർക്ക് റിസീവബിൾ എന്നൊരു ക്ലാസിഫിക്കേഷൻ ഉണ്ടായത്, പൈസ തരാൻ ഉള്ളൊരു കൂട്ടർ ഉണ്ടായത്. When a company extends credit to the customers, the sale is realized when the invoice is generated, but the company extends a time period to the customers to pay the amount after some time. The time period could vary from 30 days to a few months. നമ്മൾ സെയിൽ നടത്തുന്നു ക്രെഡിറ്റിന്, അപ്പം തന്നെ നമ്മൾ അക്രൂവൽ സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ സെയിൽ നടന്നു എന്നുള്ള കാര്യം അപ്പം റെക്കോർഡ് ചെയ്യും. പക്ഷേ നമുക്ക് പൈസ അപ്പം റിയലൈസ് ചെയ്യുന്നില്ല. ക്രെഡിറ്റ് പീരീഡൊക്കെ കഴിഞ്ഞിട്ട് പിന്നീട് ഡെപ്റ്റർ പൈസ തരുന്ന സമയത്താണ് നമ്മൾ ഫണ്ട് റിയലൈസ് ചെയ്യുന്നത്. ഈ ക്രെഡിറ്റ് പീരീഡ് എന്ന് പറയുന്നത് മാസങ്ങളാവാം, ദിവസങ്ങളാവാം, വർഷം വരെ ആവാൻ സാധ്യതയുണ്ട്. അക്കൗണ്ട് റിസീവബിൾ AR are treated as current asset on balance sheet. Let's understand AR with the help of an example. Suppose you are a manufacturer MS XYZ Private Limited and your manufacture tires. ഈ ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്നത് അക്കൗണ്ട് റിസീവബിൾ ബാലൻസ് ഷീറ്റിൽ നമ്മൾ അസറ്റായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. നമുക്ക് കുറച്ചും കൂടെ വൃത്തിക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അവർ അക്കൗണ്ട് റിസീവബിൾ എന്താണെന്നുള്ളത് ഒരു എക്സാമ്പിളിൽ കൂടെ പറയാണ്. ഇപ്പം നമ്മളൊരു മാനുഫാക്ചർ ആണെന്ന് വിചാരിക്കുക. നമ്മൾ XYZ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. നമ്മൾ ടയർ മാനുഫാക്ചർ ചെയ്യുന്നൊരു ഫേമാണ്. A customer gives you an order of rupees 1 lakh for 100 tires. Now, when the invoice is generated for this amount, sale is recorded. But to make the payment, the company extends the credit period of 30 days to the customers. നമുക്ക് ഒരു കസ്റ്റമർ 100 ടയറിൻ്റെ ഓർഡർ തന്നു. 1,00,000 രൂപയാണ് എമൗണ്ട്. നമ്മളെ ടയർ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ബില്ല് റെഡിയാക്കുന്ന സമയത്ത് തന്നെ നമ്മളെ സെയിൽ നടന്നു എന്നുള്ള കാര്യം റെക്കോർഡ് ചെയ്യും. പക്ഷേ എങ്കിൽ പേയ്മെൻറ്റ് തരാൻ വേണ്ടി നമ്മൾ കസ്റ്റമറിന് ഒരു ക്രെഡിറ്റ് പീരീഡ് പ്രൊവൈഡ് ചെയ്തു. 30 ദിവസം കഴിഞ്ഞിട്ട് പേയ്മെൻറ്റ് തന്നാൽ മതി എന്ന് പറഞ്ഞു. Till that time, the amount of rupees 1 lakh become your account receivable because the customer will pay that amount before the period expires. അപ്പം എന്നാണോ സെയിൽ നമ്മൾ റെക്കോർഡ് ചെയ്തത് അന്ന് തൊട്ട് പേയ്മെൻറ്റ് കിട്ടുന്ന ദിവസം വരെ ഈ 1,00,000 എന്ന് പറയുന്നത് നമ്മുടെ അക്കൗണ്ട് റിസീവബിളാണ്, നമുക്ക് കിട്ടാനുള്ള പൈസയാണ്. 30 ദിവസം കഴിഞ്ഞാൽ പീരീഡ് എക്സ്പയർ ആയാൽ മാത്രമേ ഇനി നമുക്ക് ഡെപ്റ്റർ പൈസ തരുള്ളൂ.
If not, the company can charge a late fee or hand over an account to a collection department. 30 ദിവസം കഴിഞ്ഞിട്ടും കസ്റ്റമർ നമുക്ക് പൈസ തന്നില്ലെങ്കിൽ നമുക്ക് അയാളുടെ അടുത്ത് നിന്ന് പെനാൾട്ടി ചാർജ് ചെയ്യാം. അല്ലെങ്കിൽ കളക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിനെ ഏൽപ്പിച്ചിട്ട് പോയി പൈസ വാങ്ങിക്കൊണ്ടുവരൂ എന്ന് പറയാൻ വേണ്ടി പറ്റും. Once the payment is made, the cash segment in the balance sheet will increase by 1 lakh and the account receivable will be decreased by the same amount because the customer has made the payment. നമുക്ക് കസ്റ്റമർ പൈസ തരുന്ന സമയത്ത് ബാലൻസ് ഷീറ്റിലെ ക്യാഷിൻ്റെ എമൗണ്ട് കൂടുന്നു, അക്കൗണ്ട് റിസീവബിൾ കുറയുന്നു. The amount of account receivable depends on the line of credit which the customer enjoys from the company. Usually this is offered to customers who are frequent buyers. പൊതുവേ നമ്മൾ ക്രെഡിറ്റ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുക ഫ്രീക്വൻ്റ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിനാണ്. എല്ലാവർക്കും ഒന്നും നമ്മൾ ഈ ഒരു ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യാറില്ല. അപ്പം ഇതാണ് അക്കൗണ്ട് റിസീവബിൾ. നമ്മൾ കസ്റ്റമർക്ക് ക്രെഡിറ്റിന് സാധനം വെക്കുന്ന സമയത്ത് നമുക്കുണ്ടാവുന്ന ഒരു പുതിയ ക്ലാസിഫിക്കേഷൻ ഓഫ് അസറ്റ്, അതാണ് ഡെപ്റ്റേഴ്സ്. ഡെപ്റ്റേഴ്സിനാണ് നമ്മൾ അക്കൗണ്ട് റിസീവബിൾ എന്ന് പറയുന്നത്. അവർ നമുക്ക് പൈസ തരാനുള്ള ആൾക്കാരാണ്. ഇനി നമുക്ക് ബെനഫിറ്റ് ഓഫ് അക്കൗണ്ട് റിസീവബിൾ എന്താണെന്ന് നോക്കാം. Account receivable is an important aspect of business fundamental analysis. Account receivable is a current asset, so it measures a company's liquidity or ability to cover short-term obligations without additional cash flow. അക്കൗണ്ട് റിസീവബിൾ എന്ന് പറയുന്നത് നമ്മുടെ ഒരു കറണ്ട് അസറ്റാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ലിക്വിഡിറ്റി മെഷർ ചെയ്യുന്ന സമയത്തും അതുപോലെ ഷോർട്ട് ടേം ഒബ്ലിഗേഷൻസ് മീറ്റ് ചെയ്യാനുള്ള നമ്മുടെ കഴിവ് മെഷർ ചെയ്യുന്ന സമയത്ത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു അസറ്റാണ് അക്കൗണ്ട് റിസീവബിൾ. Fundamental analysis often evaluate account receivable in the context of turnover, also known as account receivable turnover ratio. നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണത്. നമ്മളെന്ത് പഠിച്ചിട്ടുണ്ട്? ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ കമ്പ്യൂട്ട് ചെയ്യാനും നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു അസറ്റാണ് ഡെപ്റ്റേഴ്സ് അഥവാ അക്കൗണ്ട് റിസീവബിൾ, which measures the number of times a company has collected on its account receivable balance during the accounting period. ഈ ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ എന്താ മെഷർ ചെയ്തുകൊണ്ടിരുന്നത്? ഒരു വർഷത്തെ എത്ര തവണ നമ്മൾ ഡെപ്റ്റേഴ്സിനെ ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്, എത്ര തവണ ഡെപ്റ്റേഴ്സ് നമുക്ക് പേയ്മെൻറ്റ് തന്നിട്ടുണ്ട് എന്ന് മെഷർ ചെയ്യുന്ന റേഷ്യോ ആണ് ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ. അതുതന്നെയാണ് അക്കൗണ്ട് റിസീവബിൾ ടേൺ ഓവർ റേഷ്യോ എന്നും പറയുന്നത്. Further analysis would include days sale outstanding analysis, which measures average collection period of firm's receivable balance over a period of time. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ആവറേജ് കളക്ഷൻ പീരീഡ്. 365 ഡിവൈഡഡ് ബൈ ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ ചെയ്താൽ നമുക്ക് ആവറേജ് ആയിട്ടുള്ള കളക്ഷൻ പീരീഡ് കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. Tracking your account receivable is crucial to managing your cash flow. നമ്മുടെ ക്യാഷ് ഫ്ലോ മാനേജ് ചെയ്യണമെങ്കിൽ നമ്മളെ അക്കൗണ്ട് റിസീവബിളിനെ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യണം. അവരെപ്പോൾ പൈസ തരും, അവർ നമ്മളെ പറ്റിച്ചിട്ട് പോകുന്നൊക്കെ നമ്മൾ കൃത്യമായിട്ട് നോക്കണം. While your sales must be going well, if your account receivable continues to grow and the customers aren't paying you fast enough, you could find yourself in a cash crush. നമുക്ക് സെയിൽസ് നല്ല രീതിയിൽ നടക്കുന്നുണ്ട്, പക്ഷേ എങ്കിൽ ഈ കസ്റ്റമേഴ്സ് പൈസ തരുന്നില്ല. ക്രെഡിറ്റ് പീരീഡ് പ്രൊവൈഡ് ചെയ്ത് ക്രെഡിറ്റ് പീരീഡ് തന്നിട്ട് ഒരു പൈസ തരാത്തൊരു കേസ് വരികയാണെങ്കിൽ നമ്മൾ ഫണ്ടിന് വേണ്ടി ബുദ്ധിമുട്ടുന്നൊരവസ്ഥ വരും. ആ അവസ്ഥ നമുക്ക് ഇല്ലാതിരിക്കണമെങ്കിൽ നമ്മൾ അക്കൗണ്ട് റിസീവബിളിനെ നല്ല രീതിയിൽ മാനേജ് ചെയ്യണം. This is a classic example of why fast growth can actually be challenging for small companies. ക്ലാസിക്കലായിട്ടുള്ള രീതിയിൽ അവർ പറഞ്ഞതാ ഗ്രോത്ത് നല്ലതാണ്, പക്ഷേങ്കിൽ അക്കൗണ്ട് റിസീവബിൾ ഉണ്ടാവുന്നതിനനുസരിച്ച് നമുക്കത് മാനേജ് ചെയ്യാനും കൂടെ പറ്റണം, അല്ലെങ്കിൽ നമ്മൾ ഫിനാൻഷ്യലി വളരെ ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥയിലേക്ക് വരും. While you are making sales and delivering your product, if you aren't getting paid fast enough, you may have trouble fulfilling orders in the future or even paying basic business expenses because you don't have cash in the bank. നമുക്ക് കൃത്യമായിട്ട് ഓർഡറുകൾ വരുന്നുണ്ട്, നമ്മൾ പ്രൊഡക്റ്റ് ഡെലിവർ ചെയ്യുന്നുണ്ട്,
പക്ഷേങ്കിൽ പേയ്മെൻറ്റ് നമുക്ക് കൃത്യമായിട്ട് കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് ഇപ്പം അല്ലെങ്കിൽ ഭാവിയിൽ നമ്മുടെ മറ്റ് എക്സ്പെൻസുകൾ, ബിസിനസ്സിൻ്റെ ബാക്കിയുള്ള എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യാൻ വേണ്ടി വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരവസ്ഥയിലേക്ക് എത്തും. ട്രാക്കിംഗ് അക്കൗണ്ട് റിസീവബിൾ ഈസ് ക്രൂഷ്യൽ to staying on the top of the situation so that you can make sure to collect the money that is owed to you. അക്കൗണ്ട് റിസീവബിൾ കൃത്യമായിട്ട് മാനേജ് ചെയ്താൽ നമുക്ക് ഈ സിറ്റുവേഷനെ മീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും, ഫണ്ട് കൃത്യസമയത്ത് കളക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. യു ഷുഡ് ട്രാക്ക് നോട്ട് ഓൺലി ദ ടോട്ടൽ അക്കൗണ്ട് റിസീവബിൾ നമ്പർ, ഹൗ മച്ച് ഓൾ ഓഫ് യുവർ കസ്റ്റമർ കമ്പൈൻഡ് ഓഫ് യു, ബട്ട് who owes you and which customer are behind on their payments. With this knowledge, you can decide which customer to chase down for payment and keep your bank account full. എല്ലാവരും കൂടെ നമുക്ക് എത്ര എമൗണ്ട് തരാനുണ്ടെന്ന് മാത്രമല്ല, ഏത് കസ്റ്റമറാണ് തരാനുള്ളത്, അയാൾ എന്തുകൊണ്ട് തരുന്നില്ല എന്നുള്ള കാര്യങ്ങളും കൂടെ നമ്മൾ അന്വേഷിക്കണം. ഇത്രയാണ് നമ്മൾ ബെനിഫിറ്റ് പറഞ്ഞത്. ഇനി നമുക്ക് നോക്കാം, ആർ ഹയർ ഓർ ലോവർ അക്കൗണ്ട് റിസീവബിൾ ബെറ്റർ? അക്കൗണ്ട് റിസീവബിൾ കൂടുന്നതാണോ കുറയുന്നതാണോ നല്ലത്? ഇൻ ജനറൽ, ഹാവിങ് എ ലോവർ അക്കൗണ്ട് റിസീവബിൾ ബാലൻസ് ഈസ് ബെറ്റർ. അക്കൗണ്ട് റിസീവബിളിൻ്റെ ബാലൻസ് കുറയുന്നതാണ് നല്ലത്. അതായത് നമുക്ക് ക്യാഷ് സെയിൽ മാത്രമേ ഉള്ളൂ, അപ്പം നമുക്ക് പ്രശ്നമൊന്നുമില്ല. എന്താ പറയുക, അവർ നമുക്ക് പൈസ തരാതിരുന്നാലോ എന്നുള്ള പേടി വേണ്ട, ബുദ്ധിമുട്ടൊന്നുമില്ല. നടക്കുന്ന സെയിലൊക്കെ ക്യാഷ് സെയിലാണ്, അപ്പോൾ നമുക്ക് വളരെ സമാധാനത്തിൽ ബിസിനസ് റൺ ചെയ്ത് പോവാം. This means that your customer are paying you quickly and that you aren't owed that much money. നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, നമുക്കാരും പൈസ തരാനൊന്നുമില്ല. കൃത്യമായിട്ടുള്ള രീതിയിൽ നമ്മൾ ബിസിനസ് റൺ ചെയ്ത് പോകാന്നുള്ള അവസ്ഥ. That said, if your company is growing, you may see your account receivable balance grow over time as you get more customers and sell more to those customers. പക്ഷെ നമ്മൾ ബിസിനസ് വളരുന്നതിനനുസരിച്ചിട്ട് സ്വാഭാവികമായിട്ടും നമുക്ക് അക്കൗണ്ട് റിസീവബിൾ ഉണ്ടാകും. കാരണം നമുക്ക് ക്രെഡിറ്റിന് സെയിൽ ചെയ്യേണ്ട അവസ്ഥ വരും, അക്കൗണ്ട് റിസീവബിളും ഉണ്ടാവും. ഇഫ് ദിസ് ഈസ് ദ കേസ്, യു വിൽ വാണ്ട് ടു ട്രാക്ക് what's called account receivable turnover ratio to make sure the percentage of account receivable compared to your sales remains fairly constant. അങ്ങനെ നമുക്ക് അക്കൗണ്ട് റിസീവബിൾ കൂടുകയാണ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അക്കൗണ്ട് റിസീവബിളിനെ ശരിയായ രീതിയിൽ മാനേജ് ചെയ്ത് ട്രാക്ക് ചെയ്യണം. ടേൺ ഓവർ റേഷ്യോ എത്ര ഉണ്ടെന്ന് നോക്കുക, അവർ പേയ്മെൻറ്റ് തരുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. അപ്പം അക്കൗണ്ട് റിസീവബിൾ കുറയുന്നതാണ് നല്ലത്. പക്ഷേ ബിസിനസ് ഗ്രോ ചെയ്യുന്നതിനനുസരിച്ച് സ്വാഭാവികമായിട്ടും അക്കൗണ്ട് റിസീവബിൾ കൂടുന്ന സമയത്ത് അത് കൃത്യമായിട്ട് മാനേജ് ചെയ്യുക. ഇനി നമുക്ക് എന്താ നോക്കാനുള്ളത്, അക്കൗണ്ട് റിസീവബിൾ വേഴ്സസ് അക്കൗണ്ട്സ് പേയബിൾ. When a company owes debt to its supplier or other parties, these are account payable. നമ്മൾ ക്രെഡിറ്റിന് സാധനം പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സപ്ലയർക്ക് പൈസ കൊടുക്കണം, അപ്പം ഉണ്ടാവുന്ന ലാബിലിറ്റിയാണ് അക്കൗണ്ട് പേയബിൾ. അക്കൗണ്ട്സ് പേയബിൾ ആർ ദ ഓപ്പോസിറ്റ് ഓഫ് അക്കൗണ്ട്സ് റിസീവബിൾ. അക്കൗണ്ട് പേയബിളും അക്കൗണ്ട് റിസീവബിളും ഓപ്പോസിറ്റ്സ് ആണ്. To illustrate, imagine company A cleans company B's carpet and sends a bill for the service. A എന്ന് പറയുന്ന കമ്പനി ബി എന്ന് പറയുന്ന കമ്പനിയുടെ കാർപ്പറ്റ് ക്ലീൻ ചെയ്തു, എന്നിട്ട് അതിൻ്റെ ബില്ല് അയച്ചു. കമ്പനി ബി ഓഫ്സ് ദ മണി. അപ്പോൾ കമ്പനി ബി ആർക്ക് പൈസ കൊടുക്കണം, കമ്പനി എക്ക് പൈസ കൊടുക്കണം. സോ ഇറ്റ് റെക്കോർഡ്സ് ദ ഇൻവോയ്സ് ഇൻ ഇറ്റ്സ് അക്കൗണ്ട് പേയബിൾ കോളം. അപ്പം കമ്പനി ബി അവരുടെ അക്കൗണ്ട് പേയബിളിൽ എഴുതും, കമ്പനി എക്ക് പൈസ കൊടുക്കാനുണ്ട്. കമ്പനി എ ഈസ് വെയിറ്റിംഗ് ടു റിസീവ് ദ മണി, സോ ഇറ്റ് റെക്കോർഡ്സ് ദ ബിൽ ഇൻ ഇറ്റ്സ് അക്കൗണ്ട് റിസീവബിൾ കോളം. കമ്പനി എക്ക് പൈസ കിട്ടാനുണ്ട്, അപ്പം അവരുടെ ബുക്കിൽ എന്ത് ചെയ്യും, അക്കൗണ്ട് റിസീവബിൾ ബുക്കിൽ ബി പൈസ തരാനുണ്ട് എന്ന് എഴുതി വെക്കും. ഇതാണ് അക്കൗണ്ട് റിസീവബിളും അക്കൗണ്ട് പേയബിളും തമ്മിലുള്ള ബേസിക് ആയിട്ടുള്ള ഡിഫറൻസ്. ഇനി എക്സാമ്പിൾ ഓഫ് അക്കൗണ്ട്സ് റിസീവബിൾ. An example of accounts receivable includes an electricity company that bills its clients after the client received the electricity.
ഒരു ഇലക്ട്രിസിറ്റി കമ്പനി ബില്ല് ഇഷ്യൂ ചെയ്യുക സർവീസ് പ്രൊവൈഡ് ചെയ്തതിന് ശേഷം. നമ്മുടെ വീട്ടിലൊക്കെ അങ്ങനെയല്ലേ, നമ്മൾ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചതിന് ശേഷം മാസത്തിൻ്റെ അവസാനത്തിലാണ് ഇലക്ട്രിസിറ്റി ബോർഡിൽ ആരെങ്കിലും വന്നിട്ട് നമുക്ക് ബില്ല് തരാം. The electricity company records an account receivable for unpaid invoices as it waits for its customers to pay their bill. അപ്പോൾ നമ്മൾ പൈസ കൊടുക്കാനുള്ള ആൾക്കാരാ ഇലക്ട്രിസിറ്റി ബോർഡ് അവരുടെ ബുക്കിൽ അക്കൗണ്ട് റിസീവബിൾ എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ പേര് എഴുതി വെക്കുക. മോസ്റ്റ് കമ്പനീസ് ഓപ്പറേറ്റ് ബൈ അലോവിങ് എ പോർഷൻ ഓഫ് ദെയർ സെയിൽസ് ടു ബി ഓൺ ക്രെഡിറ്റ്. എല്ലാ കമ്പനികളും ക്യാഷ് സെയിൽ മാത്രമല്ല നോക്കുക, കുറച്ചൊക്കെ ക്രെഡിറ്റ് സെയിലും ഉണ്ടാവും. സംടൈംസ് ബിസിനസ്സസ് ഓഫർ ദിസ് ക്രെഡിറ്റ് ടു ഫ്രീക്വൻറ്റ് ഓർ സ്പെഷ്യൽ കസ്റ്റമേഴ്സ് ദാറ്റ് റിസീവ് പീരിയോഡിക് ഇൻവോയ്സസ്. നമ്മൾ ക്രെഡിറ്റ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുക ഫ്രീക്വൻ്റ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിനും അതുപോലെ നമ്മളെ സ്പെഷ്യൽ ആയിട്ടുള്ള കസ്റ്റമേഴ്സിനുമാണ്. The practice allows customers to avoid the hassle of physically making payment as each transaction occurs. ക്രെഡിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് കാരണം കസ്റ്റമേഴ്സിന് അപ്പം തന്നെ പേയ്മെൻറ്റ് കൊടുക്കണം എന്നൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. In other cases, businesses routinely offer all of their clients the ability to pay after receiving the service. നമ്മൾ ക്രെഡിറ്റിന് സെയിൽ ഇല്ല എന്നുള്ളൊരു സാഹചര്യം നമ്മൾ എന്താ ചെയ്യുക, നമ്മളെ കസ്റ്റമേഴ്സിനോട് പറയും സർവീസ് ഞാൻ പ്രൊവൈഡ് ചെയ്യാം, ഇപ്പം തന്നെ പേയ്മെൻറ്റ് തരണമെന്ന് പറയും. അപ്പം ഇതാണ് എക്സാമ്പിൾ ഓഫ് അക്കൗണ്ട് റിസീവബിൾ. ഇനി നമുക്ക് നോക്കാം ഹൗ ടു ഇംപ്രൂവ് യുവർ അക്കൗണ്ട് റിസീവബിൾ. എങ്ങനെ നമുക്ക് നമ്മുടെ അക്കൗണ്ട് റിസീവബിളിനെ ഇമ്പ്രൂവ് ചെയ്യാം. അക്കൗണ്ട് റിസീവബിൾ എന്ന് വെച്ചാൽ നമുക്ക് പൈസ തരാനുള്ള ആൾക്കാരാണ്, അവരെ മാനേജ് ചെയ്യാൻ വേണ്ടി നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റാണ് അക്കൗണ്ട് റിസീവബിൾ ഡിപ്പാർട്ട്മെൻറ്റ്. അവരിൽ നമുക്ക് പൈസ കിട്ടണം, എങ്ങനെ നമുക്കത് ഇമ്പ്രൂവ് ചെയ്യാം. If you are having trouble collecting from your customers or simply need cash to finance growth, you will want to improve your account receivable. നമുക്ക് അക്കൗണ്ട് റിസീവബിളിൻ്റെ അടുത്ത് അതായത് കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് പൈസ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് വിചാരിച്ചോ. Here are a few options that will help you to collect faster or even borrow money based on what your customer owe you. അത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്ത് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടിപ്പുകൾ, കുറച്ച് മെത്തേഡുകളാണ് പറയാൻ പോകുന്നത്. ആദ്യത്തത്, offer your customer a discount for paying faster. If you want your customers to pay you faster, you might just need to give them an incentive. After all, by letting your customer pay on their own schedule, you are effectively giving them an interest-free loan. Instead, encourage them to pay faster by offering a discount for early payment. അതായത് നേരത്തെ നമുക്ക് മുന്നേക്കൂട്ടി പൈസ തരുന്ന ആൾക്കാർക്ക് ഒരു ഇൻസെൻറ്റീവ് പ്രൊവൈഡ് ചെയ്യുക, അവർക്കൊരു ഡിസ്കൗണ്ട് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് അവർക്ക് വീണ്ടും വീണ്ടും നേരത്തെ പേയ്മെൻറ്റ് തരാനുള്ളൊരു എന്താ പറയുക ആഗ്രഹം ഉണ്ടാവും. അത് നമുക്ക് ആ ഒരു ആഗ്രഹം അവരെ ക്രിയേറ്റ് ചെയ്യിപ്പിക്കുക ഡിസ്കൗണ്ട് കൊടുത്തും കണ്ടതാണ് ഫസ്റ്റത്തെ പോയിന്റ്. രണ്ടാമത്തത്, penalize customers that don't pay on time. Maybe not as friendly as a discount for early payment, customers that don't pay on time might need to pay a penalty, usually a percentage of the invoice total. These penalties can help ensure that customers pay on time. കസ്റ്റമേഴ്സ് കൃത്യസമയത്ത് പേയ്മെൻറ്റ് തരും എന്ന് ഉറപ്പിക്കാനുള്ള വേറൊരു വഴിയാണ് പെനാൾട്ടി ചാർജ് ചെയ്യുക. ലേറ്റായിട്ട് പേയ്മെൻറ്റ് തരുന്ന ആൾക്കാരുടെ അടുത്ത് പെനാൾട്ടി ചാർജ് ചെയ്യുക. അപ്പോൾ അവർക്കൊരു പേടി ഉണ്ടാവും, ലേറ്റ് ആയാൽ പെനാൾട്ടി കൊടുക്കേണ്ടി വരും എന്ന് പേടിയുള്ളതുകൊണ്ട് അവർ കൃത്യസമയത്ത് പേയ്മെൻറ്റ് തരും. മൂന്നാമത്തത്, കൺസിഡർ അക്കൗണ്ട് റിസീവബിൾ ഫൈനാൻസിങ്, ഓൾസോ നോൺ ആസ് ഫാക്ടറിങ്. Account receivable financing can be a great way to improve cash flow. Essentially, once you issue an invoice, you transfer that invoice to a factoring company. ഫാക്ടറിങ് എന്താ നമുക്കറിയാലോ, ഫാക്ടറിങ് തന്നെയാണ് അക്കൗണ്ട് റിസീവബിൾ ഫൈനാൻസിങ് എന്ന് പറയുന്നത്. നമുക്കൊരു ഇൻസെൻറ്റീവ് കിട്ടിക്കഴിഞ്ഞാൽ ഇൻസെൻറ്റീവ് നമ്മൾ ഫാക്ടറിങ് ഏജൻസിക്ക്, ഫാക്ടറിങ് കമ്പനിക്ക് ട്രാൻസ്ഫർ ചെയ്യും. They will pay you 80 to 90% of the invoice in cash, so you don't have to wait for your customers to pay you. നമ്മൾ ഇൻവോയ്സ് കൊടുക്കുന്ന സമയത്ത് തന്നെ ഫാക്ടറിങ് കമ്പനി
80% തൊട്ട് 90% വരെ പേയ്മെൻറ്റ് ക്യാഷ് നമുക്ക് അപ്പം തന്നെ തരും. അതുകൊണ്ട് നമുക്ക് കസ്റ്റമർ പൈസ തരുന്നവരെ കാത്തു നിൽക്കേണ്ട ആവശ്യം വരുന്നില്ല. യുവർ കസ്റ്റമർ then pays the factoring company who then pays you the remaining portion of the invoice minus a service fee. നമ്മളെ കസ്റ്റമർ പിന്നീട് പേയ്മെൻറ്റ് ഫാക്ടറിങ് കമ്പനിക്ക് കൊടുക്കും. അപ്പം അവരെന്ത് ചെയ്യും, ഫാക്ടറിങ് കമ്പനി നമുക്ക് ബാലൻസ് എമൗണ്ടും കൂടെ തരും. അവർ ഈ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് ചെറിയൊരു സർവീസ് ഫീ ആയിട്ട് അവർ ചാർജ് ചെയ്യും. അത്ര മാത്രമേ ഉള്ളൂ. അതാണ് അക്കൗണ്ട് റിസീവബിൾ ഫൈനാൻസിങ്. അത് തന്നെയാണ് ഫാക്ടറിങ്. നാലാമത്തെ മെത്തേഡാണ് എസ്റ്റാബ്ലിഷ് എ ബിസിനസ് ലൈൻ ഓഫ് ക്രെഡിറ്റ്. An alternative to factoring is to establish a line of credit for your business. ഫാക്ടറിങ്ങിനുള്ള ആൾട്ടർനേറ്റീവ് മെത്തേഡാണ് ലൈൻ ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് അക്കൗണ്ട് റിസീവബിളിൻ്റെ അടുത്ത് നിന്ന് പേയ്മെൻറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു മെത്തേഡാണ് ബിസിനസ് ലൈൻ ഓഫ് ക്രെഡിറ്റ്. You can draw on this line of credit while you wait to get paid from your customer. നമ്മൾ കസ്റ്റമറിൻ്റെ അടുത്ത് നിന്ന് പൈസ കിട്ടാൻ വേണ്ടി കാത്തു നിൽക്കുകയാണെങ്കിൽ നമുക്ക് ലൈൻ ഓഫ് ക്രെഡിറ്റിൽ നിന്ന് പൈസ എടുക്കാൻ വേണ്ടി പറ്റും. യു വിൽ പേ യുവർ ബാങ്ക് ഇൻട്രസ്റ്റ് ഫോർ ദ മണി ദാറ്റ് യു ഹാവ് ബോറോഡ് ഫ്രം യുവർ ലൈൻ ഓഫ് ക്രെഡിറ്റ് ആൻഡ് പൊട്ടൻഷ്യലി സം അഡീഷണൽ ഫീ ടു കീപ്പ് യുവർ ലൈൻ ഓഫ് ക്രെഡിറ്റ് ഓപ്പൺ. ലൈൻ ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുന്നത് ഫാക്ടറിങ് മാതിരി തന്നെയുള്ളൊരു ഒരു സെറ്റപ്പാണ്. അവിടെ നമുക്ക് പൈസ വേണമെങ്കിൽ നമ്മൾ കസ്റ്റമറിൽ നിന്ന് പൈസ കിട്ടാൻ വേണ്ടി കാത്തിക്കുന്ന സമയത്ത് അവരുടെ കയ്യിൽ നിന്ന് നമുക്ക് ബോറോ ചെയ്യാം. അവർ ഫ്രീ ആയിട്ടല്ല നമുക്ക് പൈസ തരിക, ഫുൾ എമൗണ്ട് അവർ തരും. പക്ഷേ എങ്കിൽ ഒരു ബാങ്ക് ഇൻട്രസ്റ്റ് നമ്മൾ അവർക്ക് കൊടുക്കേണ്ടി വരും. ബാങ്ക് നമ്മളെ എത്രയാണ് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നത് അത്ര തന്നെ പൈസ നമ്മൾ അവർക്ക് കൊടുക്കേണ്ടി വരും. കൂടാതെ ഒരു സർവീസ് ഫ്രീ, നമ്മളെ ലൈൻ ഓഫ് ക്രെഡിറ്റിനെ ആക്റ്റീവായിട്ട് സൂക്ഷിക്കാൻ ഒരു സർവീസ് ഫീയും കൂടെ അഡീഷണലായിട്ട് കൊടുക്കേണ്ടി വരും. അഞ്ചാമത്തെ മെത്തേഡാണ് യൂസ് എ കളക്ഷൻ സർവീസ് ടു കളക്ട് ഫോർ യു. നമുക്ക് വേണ്ടി പൈസ കളക്ട് ചെയ്യാൻ വേണ്ടി കളക്ഷൻ സർവീസ് യൂസ് ചെയ്യുക. ഇൻസ്റ്റെഡ് ഓഫ് സ്പെൻഡിങ് യുവർ ടൈം ചേസിങ് ഡൗൺ കസ്റ്റമേഴ്സ് ആൻഡ് റിക്വസ്റ്റിംഗ് പേയ്മെൻറ്റ് യു ക്യാൻ ഔട്ട്സോഴ്സ് കളക്ഷൻസ് ഫോർ യുവർ അക്കൗണ്ട് റിസീവബിൾ. നമ്മൾ കസ്റ്റമറിനോട് പോയി കണ്ട് നേരിട്ട് ചോദിക്കുന്നതിന് പകരം നമുക്ക് ആ ഒരു പ്രോസസ്സിനെ ഔട്ട്സോഴ്സ് ചെയ്യാൻ പറ്റും. നമുക്ക് വേണ്ടി ഫണ്ട് കളക്ട് ചെയ്യാൻ വേണ്ടി വേറൊരാൾ ഏൽപ്പിക്കാൻ വേണ്ടി പറ്റും. These services don't loan you any money. ഇവർ നമുക്ക് പൈസ തരുമൊന്നുമില്ല. Instead, they reach out to customers and remind them of overdue payment. അവർ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് പോയിട്ട് കസ്റ്റമേഴ്സിനെ ഓർമ്മിപ്പിക്കും. They often collect a fee for successful payments, so you probably only want to use a service like this with problem customers. അങ്ങനെ നമ്മൾ പേയ്മെൻറ്റ് കസ്റ്റമറിൻ്റെ നിന്ന് ഒരു വാങ്ങിത്തരികയാണെങ്കിൽ ഒരു നമ്മളുടെ അടുത്ത് ചെറിയൊരു പേയ്മെൻറ്റ് വാങ്ങും. അപ്പം എന്ത് ചെയ്യണം, നമ്മൾ കിട്ടൂല എന്ന് തോന്നുന്ന പ്രോബ്ലം കസ്റ്റമേഴ്സിൽ നിന്ന് പൈസ വാങ്ങാൻ മാത്രം കളക്ഷൻ സർവീസ് ഉപയോഗിച്ചാൽ മതി. അപ്പം ഇതാണ് 5 മെത്തേഡ്സ് ടു ഇംപ്രൂവ് അക്കൗണ്ട് റിസീവബിൾ. ഇനി നമുക്ക് നോക്കാം കമ്പാരിസൺ ചാർട്ട് ഓഫ് അക്കൗണ്ട് റിസീവബിൾ ആൻഡ് അക്കൗണ്ട് പേയബിൾ. ആദ്യത്തെ ബേസിസ് ഓഫ് കമ്പാരിസൺ മീനിങ് ആണ്. Account receivable is the amount that the customer of the company owed to it. കസ്റ്റമർ കമ്പനിക്ക് കൊടുക്കാനുള്ള എമൗണ്ടിനാണ് അക്കൗണ്ട് റിസീവബിൾ. നമ്മളെ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടാനുള്ള പൈസയാണ് അക്കൗണ്ട് റിസീവബിൾ എന്ന് പറയുന്നത്. അക്കൗണ്ട് പേയബിൾ ഇസ് ദ എമൗണ്ട് ദാറ്റ് ദ കമ്പനി owed to its supplier. നമ്മൾ കൊടുക്കാനുള്ള പൈസ കമ്പനി സപ്ലയർക്ക് കൊടുക്കാനുള്ള എമൗണ്ടിനാണ് അക്കൗണ്ട് പേയബിൾ എന്ന് പറയാം. അപ്പോൾ ആദ്യത്തെ ഡിഫറൻസ് അതാണ്. അക്കൗണ്ട് റിസീവബിൾ കിട്ടാനുള്ള പൈസയാണ്, അക്കൗണ്ട് പേയബിൾ കൊടുക്കാനുള്ള പൈസയാണ്. രണ്ടാമത്തെ ബേസിസ് ഓഫ് ഡിഫറൻസ് പൊസിഷൻ ഓൺ ദ ബാലൻസ് ഷീറ്റ്. അക്കൗണ്ട് റിസീവബിൾ ഈസ് ഓൺ ദ കറണ്ട് അസറ്റ് ഓഫ് ദ ബാലൻസ് ഷീറ്റ്. അക്കൗണ്ട് റിസീവബിൾ അസറ്റാണ്, ബാലൻസ് ഷീറ്റിൽ കറണ്ട് അസറ്റിൻ്റെ കൂടെയാണ് റെക്കോർഡ് ചെയ്യുക. അക്കൗണ്ട് പേയബിൾ ഈസ് ഓൺ ദ കറണ്ട് ലയബിലിറ്റി ഓഫ് ദ ബാലൻസ് ഷീറ്റ്. അക്കൗണ്ട് പേയബിൾ കറണ്ട് ലയബിലിറ്റിയാണ്, ബാലൻസ് ഷീറ്റിൽ കറണ്ട് ലയബിലിറ്റീൻ്റെ ഹെഡിലാണ് വരിക. മൂന്നാമത്തെ ബേസിസ് ഓഫ് ഡിഫറൻസ് ആണ് ഓഫ്സെറ്റ്. റിസീവബിൾ ക്യാൻ ബി ഓഫ്സെറ്റ് വിത്ത് ദ അലവൻസ് ഓഫ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ്. റിസീവബിൾസ് നമുക്ക് കിട്ടാനുള്ള പൈസേനെ നമ്മൾ ഓഫ്സെറ്റ് ചെയ്യും. എന്ത് കുറയ്ക്കും? ഡൗട്ട്ഫുൾ ഡെപ്റ്റിനെ കുറയ്ക്കാറുണ്ട്. പേയബിളിൻ്റെ കേസിൽ പേയബിൾസ് ഹാവ് നോ ഓഫ്സെറ്റ്. പേയബിൾസിൻ്റെ കാര്യത്തിൽ ഓഫ്സെറ്റ് ചെയ്യുന്ന പരിപാടിയൊന്നുമില്ല. നാലാമത്തെ ബേസിസ് ഓഫ് ഡിഫറൻസ് ആണ് ടൈപ്പ് ഓഫ് അക്കൗണ്ട്സ്.
Receivables have only one category of account, trade receivables. അക്കൗണ്ട് റിസീവബിൾ ഒരൊറ്റ കാറ്റഗറി മാത്രമേ ഉള്ളൂ, അതാണ് ട്രേഡ് റിസീവബിൾസ്. അക്കൗണ്ട് പേയബിളോ, പേയബിൾസ് ഹാവ് മൾട്ടി കാറ്റഗറി ഓഫ് അക്കൗണ്ട്സ് ലൈക്ക് സെയിൽസ് പേയബിൾ, ഇൻട്രസ്റ്റ് പേയബിൾ, ഇൻകം ടാക്സ് പേയബിൾ. നമ്മൾ പേയബിൾ ആയിട്ടുള്ള ഇൻട്രസ്റ്റും സെയിൽസും ഇൻകം ടാക്സും ഒക്കെ അക്കൗണ്ട്സ് പേയബിളിൻ്റെ ഹെഡിലാണ് വരിക. ഇനി അടുത്ത ബേസിസ് ഓഫ് ഡിഫറൻസ് ആണ് കോസ്. ദിസ് അക്കൗണ്ട് റിസീവബിളിൻ്റെ കാര്യത്തിൽ ദിസ് അക്കൗണ്ട് ഈസ് ക്രിയേറ്റഡ് ബിക്കോസ് ഓഫ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ക്രെഡിറ്റ് സെയിൽ കാരണമാണ് അക്കൗണ്ട് റിസീവബിൾ ഉണ്ടാവുന്നത്. അക്കൗണ്ട് പേയബിൾ ആണെങ്കിൽ ദിസ് അക്കൗണ്ട് ഈസ് ക്രിയേറ്റഡ് ബിക്കോസ് ഓഫ് പർച്ചേസിങ് മെറ്റീരിയൽ ഓൺ ക്രെഡിറ്റ്. ക്രെഡിറ്റ് പർച്ചേസ് കാരണമാണ് അക്കൗണ്ട് പേയബിൾ ഉണ്ടാവുന്നത്. അടുത്ത ബേസിസ് ഓഫ് ഡിഫറൻസ് ആണ് ഇമ്പാക്റ്റ് ഓൺ ക്യാഷ് ഫ്ലോ. അക്കൗണ്ട് റിസീവബിൾ ഉണ്ടാകുന്ന സമയത്ത് റിസൾട്ട് ഇൻ ക്യാഷ് ഇൻഫ്ലോ. അക്കൗണ്ട് റിസീവബിൾ നമുക്ക് ഇങ്ങോട്ട് പൈസ തരും, ക്യാഷ് ഇൻഫ്ലോ ഉണ്ടാവും. അക്കൗണ്ട് പേയബിൾ ആണെങ്കിൽ റിസൾട്ട് ഇൻ ക്യാഷ് ഔട്ട്ഫ്ലോ. പൈസ നമ്മൾ അങ്ങോട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്, നമ്മൾ എക്സ്പെൻസ് ആണ്, ഔട്ട്ഫ്ലോ ആണ്. അടുത്ത ബേസിസ് ഓഫ് ഡിഫറൻസ് ആണ് ആക്ഷൻ. അക്കൗണ്ട് റിസീവബിളിൻ്റെ കാര്യത്തിൽ മണി ടു ബി കളക്റ്റഡ്, നമ്മൾ കളക്ട് ചെയ്യേണ്ട മണിയാണ് അക്കൗണ്ട് റിസീവബിൾ എന്ന് പറയുന്നത്. അക്കൗണ്ട് പേയബിൾ നമ്മൾ പേ ചെയ്യേണ്ട മണിയാണ്, മണി ടു ബി പെയ്ഡ് ആണ്. അടുത്ത ബേസിസ് ഓഫ് ഡിഫറൻസ് ആണ് അക്കൗണ്ടബിലിറ്റി. അക്കൗണ്ട് റിസീവബിളിൻ്റെ കാര്യത്തിൽ അക്കൗണ്ടബിലിറ്റി ലൈസ് ഓൺ ദ ഡെപ്റ്റേഴ്സ്. ഡെപ്റ്റേഴ്സ് ആണ് അക്കൗണ്ടബിൾ ആയിട്ടുള്ളത്, അവരാണ് പേയ്മെൻറ്റ് തരാനുള്ളത്, അവരുടെ മേലെയാണ് ബാധ്യതയുള്ളത്. അക്കൗണ്ട് പേയബിളിൻ്റെ കാര്യത്തിൽ അക്കൗണ്ടബിലിറ്റി ലൈസ് ഇൻ ദ ബിസിനസ്, നമ്മുടെ മേലാണ് ബാധ്യത ഉള്ളത്, നമ്മൾ പേ ചെയ്യാനുള്ള എമൗണ്ടാണ്. ലാസ്റ്റത്തെ ബേസിസ് ഓഫ് ഡിഫറൻസ് ആണ് ടൈപ്സ്. അക്കൗണ്ട് റിസീവബിൾ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യും? ബിൽ റിസീവബിളും ഡെപ്റ്റേഴ്സും ഇൻക്ലൂഡ് ചെയ്യും. അക്കൗണ്ട് പേയബിളോ ബിൽ പേയബിളും ക്രെഡിറ്റേഴ്സും ഇൻക്ലൂഡ് ചെയ്യും. ഓക്കെ, ഇത്രയാണ് അക്കൗണ്ട് റിസീവബിളും അക്കൗണ്ട് പേയബിളും തമ്മിലുള്ള ഡിഫറൻസ്. ഇനി നമുക്ക് അക്കൗണ്ട് റിസീവബിളായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്ന ഇമ്പോർട്ടൻറ്റ് ജേർണൽ എൻട്രീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തത്, വെൻ വി സെൽ ഗുഡ്സ് ഓൺ ക്രെഡിറ്റ്. നമ്മൾ ഗുഡ്സ് ക്രെഡിറ്റിന് സെയിൽ ചെയ്യുന്ന സമയത്ത് എന്താ ജേർണൽ എൻട്രി ചെയ്താ? അക്കൗണ്ട് റിസീവബിൾ ഓർ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ് അക്കൗണ്ട്. ഇനി രണ്ടാമത്തത്, വെൻ വി റിസീവ് മണി ഫ്രം അക്കൗണ്ട് റിസീവബിൾ. അക്കൗണ്ട് റിസീവബിളിൻ്റെ കയ്യിൽ നിന്ന് പൈസ കിട്ടുന്ന സമയത്തോ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു അക്കൗണ്ട് റിസീവബിൾ ഓർ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട്. മൂന്നാമത്തത്, വെൻ അക്കൗണ്ട് റിസീവബിൾ ആർ കൺവേർട്ടഡ് ഇൻ ടു ബിൽ റിസീവബിൾ. അക്കൗണ്ട് റിസീവബിളിന് നമ്മൾ ബിൽ റിസീവബിൾ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന സമയത്തോ ബിൽ റിസീവബിൾ അക്കൗണ്ട് ഡെപ്റ്റർ ടു അക്കൗണ്ട് റിസീവബിൾ ഓർ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് എന്നാണ് എഴുതുക. നാലാമത്തത്, വെൻ സം ഓഫ് ദ കസ്റ്റമേഴ്സ് ബിക്കം ബാഡ് ആൻഡ് ദീസ് അക്കൗണ്ട്സ് വിൽ ബി റിട്ടൺ ഓഫ് വിത്ത് ദ ഫോളോയിങ് ജേർണൽ എൻട്രി. ബാഡ് ഡെപ്റ്റ് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ പാസ് ചെയ്യുന്ന ജേർണൽ എൻട്രിയാണ് ബാഡ് ഡെപ്റ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു അക്കൗണ്ട് റിസീവബിൾ അക്കൗണ്ട്. അഞ്ചാമത്തത്, വെൻ എ കസ്റ്റമർ ബിക്കംസ് ഗുഡ് ആൻഡ് gives his previous debt which was written off through bad. It means it is just recovery of bad debt. നമ്മൾ ബാഡ് ഡെപ്റ്റ് ആയിട്ട് എഴുതി തള്ളിയ ഒരാൾ നമുക്ക് പിന്നീട് പേയ്മെൻറ്റ് കൊണ്ടു തരുന്ന സമയത്ത് നമ്മൾ എന്താണ് ജേർണൽ എൻട്രി എഴുതുക? ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാഡ് ഡെപ്റ്റ് റിക്കവേർഡ് അക്കൗണ്ട് എന്നാണ് എഴുതുക. ഇനി ആറാമത്തത്, വെൻ യു സെൽ ഗുഡ്സ് ഓൺ ദ ബേസിസ് ഓഫ് ക്രെഡിറ്റ് കാർഡ്. ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കുന്ന സമയത്ത് എന്താണ് നമ്മൾ ജേർണൽ എൻട്രി എഴുതുക? അതിൽ പറയുന്നത്, ഇറ്റ് മീൻസ് യു അക്സെപ്റ്റ് മണി ത്രൂ കസ്റ്റമേഴ്സ് ക്രെഡിറ്റ് കാർഡ്. ഒരു ഓർഗനൈസേഷൻ കസ്റ്റമറിൻ്റെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് പേയ്മെൻറ്റ് സ്വീകരിക്കുന്ന സമയമാണത്. അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സിമ്പിളായിട്ടുള്ളൊരു എക്സാമ്പിൾ അവർ തന്നിട്ടുണ്ട്. റിലയൻസ് മൊബൈൽ കമ്പനി ഓൺലൈൻ സൈറ്റ് അക്സെപ്റ്റ് ക്രെഡിറ്റ് കാർഡ്. Through credit card, the company recharges 1 lakh. The credit card company charges 5%. നമ്മൾ 1,00,000 രൂപയ്ക്ക് റീചാർജ് ചെയ്യുന്ന സമയത്ത് ക്രെഡിറ്റ് കാർഡ് കമ്പനി 5% ചാർജ് ഈടാക്കുന്നുണ്ട്. ആ സമയത്തുള്ള ജേർണൽ എൻട്രികളാണ് പറയുന്നത്. When Reliance company get cash immediately from bank after submitting sales invoice. സെയിൽസ് ഇൻവോയ്സ് സബ്മിറ്റ് ചെയ്ത ഉടനെ റിലയൻസ് കമ്പനിക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ബാങ്കിൽ നിന്ന് പേയ്മെൻറ്റ് കിട്ടും. അപ്പോൾ അവർ പാസ് ചെയ്യുന്ന ജേർണൽ എൻട്രിയാണ്
Cash account debtor 1 lakh. Credit card charges account debtor 5,000. To sales account 1,05,000. ക്രെഡിറ്റ് കാർഡായിട്ട് അവർക്ക് 5,000 എക്സ്പെൻസ് വന്നിട്ടുണ്ട്. എക്സ്പെൻസ് വന്നുകൊണ്ടാണ് അത് ഡെബിറ്റ് ചെയ്തത്. ഇനി രണ്ടാമത്തത് ബി. വെൻ റിലയൻസ് കമ്പനി ഹാസ് ടു വെയിറ്റ് ആഫ്റ്റർ സബ്മിറ്റിംഗ് സെയിൽസ് ഇൻവോയ്സ് ടു ബാങ്ക്. സെയിൽസ് ഇൻവോയ്സ് ബാങ്കിലേക്ക് കൊടുത്ത ശേഷം അവർ വെയിറ്റ് ചെയ്യണമെങ്കിൽ അവരെന്താണ് ജേർണൽ എൻട്രി എഴുതുക? ഒന്ന്, ദ എൻട്രി ഓൺ ദ ഡേറ്റ് ഓഫ് സെയിൽ. സെയിൽ നടക്കുന്ന ദിവസം അവരെന്താ ജേർണൽ എൻട്രി എഴുതുക? അക്കൗണ്ട് റിസീവബിൾ അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ് അക്കൗണ്ട്. അക്കൗണ്ട് റിസീവബിൾ അക്കൗണ്ട് ഡെപ്റ്റർ 1,05,000. To sales account 1,05,000. The entry on the day that the Reliance company receives cash. Cash receive ചെയ്യുന്ന സമയത്തോ cash account debtor 1 lakh. Credit card charges account debtor 5,000. To account receivable account 1,05,000. ഓക്കെ, ഇത്രയാണ് അക്കൗണ്ട് റിസീവബിൾ ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് നോക്കാനുള്ളത് അക്രൂവൽ അക്കൗണ്ടിങ്. അക്രൂവൽ അക്കൗണ്ടിങ്ങിൽ നമുക്ക് നോക്കാനുള്ളത് എന്താണ് അക്രൂവൽ അക്കൗണ്ടിങ്, എന്താണ് വേരിയസ് കാറ്റഗറീസ് ഓഫ് അക്രൂവൽ അക്കൗണ്ടിങ്, എങ്ങനെയാണ് അക്രൂവൽ അക്കൗണ്ടിങ് റെക്കോർഡ് ചെയ്യുക, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നോക്കാനുള്ളത്. ആദ്യം നമുക്ക് അക്രൂവൽ അക്കൗണ്ടിങ് എന്താണെന്ന് നോക്കാം. ഇൻ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഓർ അക്രൂവൽ അക്കൗണ്ടിങ്, accruals refers to the recording of revenues that a company has earned but has yet to receive payment for, and the expenses that have been incurred but that the company has yet to pay. നമ്മൾ ഏൺ ചെയ്തിട്ടുള്ളൊരു റവന്യൂ പക്ഷേ നമ്മൾ ഇതുവരെ അത് കിട്ടിയിട്ടില്ല. അതുപോലെ നമുക്ക് ഇൻകർ ചെയ്തിട്ടുള്ളൊരു എക്സ്പെൻസ് പക്ഷേ അതിൻ്റെ പേയ്മെൻറ്റ് നമ്മളിതുവരെ കൊടുത്തിട്ടില്ല. അങ്ങനെയുള്ളതിനെ പറയാൻ വേണ്ടിയിട്ടാണ് അക്രൂവൽ എന്ന് പറയുന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇൻ സിമ്പിൾ ടേംസ്, ഇറ്റ് ഈസ് ദ അക്കൗണ്ടിങ് അഡ്ജസ്റ്റ്മെൻറ്റ് ഫോർ അക്യുമുലേറ്റഡ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. നമ്മൾ കൂട്ടിക്കൂട്ടി വെച്ചിട്ടുള്ള ഡെബിറ്റും ക്രെഡിറ്റും റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അഡ്ജസ്റ്റ്മെൻ്റ് ആണ് അക്രൂവൽസ്. Such accounting practices therefore have a general impact on the handling of the income statement and the balance sheet. ഇത്തരത്തിലുള്ള അക്രൂവൽ അക്കൗണ്ടിങ്ങിന് നമ്മുടെ ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൻ്റെ മേലും ബാലൻസ് ഷീറ്റിൻ്റെ മേലും ഇമ്പാക്റ്റ് ഉണ്ട്. ദ അഫക്റ്റഡ് അക്കൗണ്ട്സ് ഇൻക്ലൂഡ് accounts payable, liabilities and non-cash based assets, goodwill, future tax liabilities and future interest expenses among others. അപ്പം ഇൻകം സ്റ്റേറ്റ്മെൻറ്റിനും ബാലൻസ് ഷീറ്റിനും ബാധിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് അതിലുള്ള ഏതൊക്കെ അക്കൗണ്ടുകളെയാണ് ബാധിക്കുന്നത്? അക്കൗണ്ട് പേയബിളിനെ, ലാബിലിറ്റീസിനെ, നോൺ ക്യാഷ് ബേസ്ഡ് അസറ്റുകളെ, ഗുഡ്വില്ലിനെ, ഫ്യൂച്ചർ ടാക്സ് ലാബിലിറ്റീനെ, അതുപോലെ ഫ്യൂച്ചർ ഇൻട്രസ്റ്റ് എക്സ്പെൻസുകളൊക്കെയാണ് ബാധിക്കുന്നത്. ഇനി നമുക്ക് അക്രൂവൽ അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. When transactions are recorded in the books of accounts as they occur, even if the payment for that particular product or service has not been received or made. നമ്മൾ ഒരു ട്രാൻസാക്ഷൻ നമ്മൾ റെക്കോർഡ് ചെയ്തു, പക്ഷേങ്കിൽ അതിൻ്റെ പേയ്മെൻറ്റ് നമുക്ക് കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ നമ്മൾ പേയ്മെൻറ്റ് നമ്മളിതുവരെ കൊടുത്തിട്ടില്ല. ഇറ്റ് ഈസ് നോൺ ആസ് അക്രൂവൽ ബേസ്ഡ് അക്കൗണ്ടിങ്. This method is more appropriate in assessing the health of the organization in financial terms. ഇങ്ങനെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതിനാണ് അക്രൂവൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ട്രാൻസാക്ഷൻസ് നോക്കിയിട്ട് നമുക്ക് നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഫിനാൻഷ്യൽ ഹെൽത്ത് മെഷർ ചെയ്യാൻ വേണ്ടി പറ്റും. ഡിസ്ക്രിപ്ഷൻ. To understand accrual accounting, let's first understand what we mean when we say the word accrual. അക്രൂവൽ അക്കൗണ്ടിങ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് അക്രൂവൽ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം നോക്കാം. അക്രൂവൽ റെഫേഴ്സ് ടു ആൻ എൻട്രി മെയ്ഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് റിലേറ്റഡ് ടു റെക്കോർഡിംഗ് ഓഫ് റവന്യൂ ഓർ എക്സ്പെൻസ് പെയ്ഡ് വിത്തൗട്ട് എനി എക്സ്ചേഞ്ച് ഓഫ് ക്യാഷ്. അക്രൂവൽ എന്ന് പറയുന്ന ടേം നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു റവന്യൂ അല്ലെങ്കിൽ എക്സ്പെൻസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷേങ്കിൽ ആ റവന്യൂ എക്സ്പെൻസോ ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ ക്യാഷ് എക്സ്ചേഞ്ച് ചെയ്തിട്ടില്ല, സർവീസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ ക്യാഷ് സ്വീകരിച്ചിട്ടില്ല. അങ്ങനെയുള്ള അവസ്ഥയാണ് അക്രൂവൽ എന്ന് പറയുന്നത്. ദ യൂസ് ഓഫ് അക്രൂവൽ അക്കൗണ്ടിങ് ഈസ് ടിപ്പിക്കലി യൂസ്ഫുൾ ഇൻ ബിസിനസ്സസ് വെർ ദർ ആർ എ ലോട്ട് ഓഫ് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ് or the goods and services are sold on credit.
which simply means that there was no exchange of cash. അക്രൂവൽ അക്കൗണ്ടിങ് കുറേ ക്രെഡിറ്റൽ ഓർഗനൈസേഷൻസ് ആണ് പൊതുവേ യൂസ് ചെയ്യാറുള്ളത്. കാരണം അവിടെ എക്സ്ചേഞ്ച് ഓഫ് ക്യാഷ് നടക്കുന്നില്ല. ലെറ്റ്സ് അണ്ടർസ്റ്റാൻഡ് അക്രൂവൽ അക്കൗണ്ടിങ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ആൻ എക്സാമ്പിൾ. സപ്പോസ് യു ആർ ഫേം ABC Private Limited and you are using accrual accounting to maintain your books of accounts. ഞാനൊരു കമ്പനിയാണ്, എനിക്കൊരു കമ്പനി ഉണ്ട്, കമ്പനിയുടെ പേരാണ് ABC Private Limited. ഞാൻ അക്രൂവൽ സിസ്റ്റം ഉപയോഗിച്ചിട്ടാണ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നത്. ഹിയർ എനി റവന്യൂ ഓർ ഇൻകം വിച്ച് ഈസ് ജനറേറ്റഡ് ബൈ സെയിൽസ് ആൻഡ് എക്സ്പെൻസസ് ഇൻകേർഡ് ആർ റെക്കോർഡഡ് ആസ് ദേ ഒക്കർ. ഞാൻ ഒരു സെയിൽസ് അല്ലെങ്കിൽ ഒരു എക്സ്പെൻസ് റെക്കോർഡ് ചെയ്യുന്നത് അത് നടക്കുന്ന സമയത്താണ്, അല്ലാതെ ക്യാഷ് റിസീവ് ചെയ്യുന്ന സമയത്തോ പേയ്മെൻറ്റ് കൊടുക്കുന്ന സമയത്തോ അല്ല. If you sell your goods or product on credit, the sale is recorded in the books based on the invoice generated. ഞാൻ ഒരു ഗുഡ്സ് സെയിൽ ചെയ്തു, ക്രെഡിറ്റ് സെയിൽ ആണെങ്കിൽ ഞാൻ എപ്പോഴാണോ സെയിൽ നടക്കുന്നത്, എപ്പോഴാണോ ബില്ല് ജനറേറ്റ് ചെയ്യുന്നത്, അപ്പോഴാണ് ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുക. There is a possibility that you may not have received the payment by cash at that particular point of time. ക്രെഡിറ്റിനാണ് ഞാൻ പേയ്മെൻറ്റ് കൊടുക്കുന്നത്, അതായത് ക്രെഡിറ്റ് ട്രാൻസാക്ഷനാണ്. അതുകൊണ്ട് തന്നെ അപ്പം എനിക്ക് ക്യാഷ് കിട്ടണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ചിലപ്പോൾ ഞാൻ കൊടുത്തിട്ടുള്ള ക്രെഡിറ്റ് മാസങ്ങൾക്കായിരിക്കും, 1-2 മാസം കഴിഞ്ഞിട്ട് പേയ്മെൻറ്റ് തരാനായിരിക്കും. അപ്പോൾ എനിക്ക് ക്യാഷ് കിട്ടിയിട്ടില്ല, പക്ഷേ സെയിൽ നടന്നിട്ടുണ്ട്. സെയിൽ നടന്ന സമയത്ത് തന്നെ ഞാനത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. An expense is occurred or recorded when the raw material is ordered and not when the actual payment is made to the supplier by either cash or check. എപ്പോഴാണോ ഞാൻ റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുന്നത് അപ്പോഴാണ് ഞാൻ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുക, അല്ലാതെ ഞാൻ എപ്പോൾ പേയ്മെൻറ്റ് കൊടുക്കുന്നോ അപ്പോഴല്ല. The only drawback of this type of accounting system is that you as a firm might end up paying tax on revenues even when you might have not received it. കുഴപ്പം എന്താ വെച്ചാൽ അക്രൂവൽ അക്കൗണ്ടിങ് സിസ്റ്റത്തിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഏൺ ചെയ്യാത്ത റവന്യൂവിന് പോലും നമ്മൾ ടാക്സ് കൊടുക്കേണ്ടി വരും. കാരണം ഒരു സെയിൽ നടന്നു എന്ന് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, പക്ഷേ എനിക്കിതുവരെയായിട്ട് പേയ്മെൻറ്റ് കിട്ടിയിട്ടില്ല. സെയിൽ റെക്കോർഡ് ചെയ്തുകൊണ്ട് തന്നെ എനിക്കതിന് ടാക്സ് കൊടുക്കേണ്ടി വരും. അപ്പം അങ്ങനെ ഒരു ഡ്രോബാക്ക് ഉണ്ട് അക്രൂവൽ സിസ്റ്റത്തിന്. Under the accrual method of accounting, expenses are balanced with revenues on the income statement. അക്രൂവൽ അക്കൗണ്ടിങ്ങിൽ നമ്മൾ എക്സ്പെൻസസിനെ റവന്യൂ ആയിട്ട് ബാലൻസ് ചെയ്യും. ഇറ്റ് ഹെൽപ്സ് ഗിവ് എ ബെറ്റർ പിക്ചർ ഓഫ് കമ്പനീസ് ഫിനാൻഷ്യൽ കണ്ടീഷൻ. അങ്ങനെ നമുക്ക് നമ്മുടെ കമ്പനിയുടെ ഫിനാൻഷ്യൽ കണ്ടീഷനെ കുറിച്ച് ഒരു ബെറ്റർ ആയിട്ടുള്ളൊരു ഇമേജ് കിട്ടും. ഇനി നമുക്ക് നോക്കാം കാറ്റഗറീസ് ഇൻ അക്രൂവൽ അക്കൗണ്ടിങ്. അക്രൂവൽ അക്കൗണ്ടിങ്ങിൽ എന്തൊക്കെ കാറ്റഗറീസ് ഓഫ് ഇൻകംസ് ആൻഡ് എക്സ്പെൻസസ് ആണ് വരുന്നത്. ഇൻ അക്കൗണ്ടിങ്, accrual is a broad perspective fall under either revenue, receivable or expenses. അക്രൂവൽ അക്കൗണ്ടിങ്ങിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം, എക്സ്പെൻസസ് എന്നും റവന്യൂ എന്നും തിരിക്കാം. അതിൽ ആദ്യത്തേത് അക്രൂഡ് റവന്യൂ ആണ്. അക്രൂഡ് റവന്യൂസ് ആർ ഐദർ ഇൻകം ഓർ അസറ്റ്സ് ഇൻക്ലൂഡിങ് നോൺ ക്യാഷ് അസറ്റ്സ്. അക്രൂഡ് റവന്യൂ എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ ഇൻകം ആയിരിക്കും അല്ലെങ്കിൽ അസറ്റ് ആയിരിക്കും. ഇൻക്ലൂഡിങ് നോൺ ക്യാഷ് അസറ്റ്. നോൺ ക്യാഷ് അസറ്റ് എന്ന് വെച്ചാൽ നമ്മളെ ഗുഡ് വില്ല് ഒരു നോൺ ക്യാഷ് അസറ്റാണ്. ദാറ്റ് ആർ യെറ്റ് ടു ബി റിസീവ്ഡ്. ഇൻ ദിസ് കേസ് എ കമ്പനി മേ പ്രൊവൈഡ് സർവീസ് ഓർ ഡെലിവർ ഗുഡ്സ് ബട്ട് ഡസ് സോ ഓൺ ക്രെഡിറ്റ്. അപ്പോൾ നമുക്ക് കിട്ടാനുള്ള റവന്യൂ, നമുക്ക് കിട്ടാനുള്ള ഒരു അസറ്റിനെയാണ് നമ്മൾ അക്രൂഡ് റവന്യൂ എന്ന് പറയുന്നത്. എക്സാമ്പിൾ, an example of accrued revenue is electricity consumption. അക്രൂഡ് റവന്യൂൻ്റെ ഒരു എക്സാമ്പിളാണ് ഇലക്ട്രിസിറ്റി കൺസംഷൻ എന്ന് പറയുന്നത്. An electricity company usually provides the utility to its customer prior to receiving payment for it. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഇലക്ട്രിസിറ്റീൻ്റെ കണക്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് കറണ്ട് കിട്ടി, നമ്മളത് ഉപയോഗിച്ചതിന് ശേഷമാണ് നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കുന്നത്. The consumer uses the electricity and the meter counts the reading. നമ്മൾ മാസം തോറും ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യും, മീറ്ററിൽ അത് കൗണ്ട് ചെയ്യും. Then at the end of the billing period the consumer is billed. മാസത്തിൻ്റെ അവസാനത്തിലാണ് ബില്ല് വരിക. During the month
The company pays its employees, it fuels its generators, and it incurs logistical cost and other overhead. ഇലക്ട്രിസിറ്റി KSEBക്ക് എന്തൊക്കെ ചിലവുണ്ടാവും? എംപ്ലോയീസിന് പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും, ജനറേറ്ററിൽ ഫ്യൂവൽ വയ്ക്കേണ്ടി വരും, അല്ലാത്ത ഓവർഹെഡ് എക്സ്പെൻസുകളൊക്കെ ഉണ്ടാവും. ആ എക്സ്പെൻസ് ഒക്കെ അവർ മീറ്റ് ചെയ്യും. The electricity company needs to wait until the end of the month to receive its revenue despite the during the month expenses that it has. മന്തിൽ അവർക്കുള്ള എക്സ്പെൻസസ് ഒക്കെ അവർ സ്വയം മീറ്റ് ചെയ്യണം. എന്നിട്ട് മാസത്തിൻ്റെ അവസാനം മാത്രമാണ് നമുക്ക് ബില്ല് കിട്ടുക, നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കുകയും ചെയ്യുക. അപ്പോഴാണ് അവർക്ക് റവന്യൂ കിട്ടുന്നത്. Meanwhile, it must acknowledge that it expects future income. അതായത് പേയ്മെൻറ്റ് കൊടുക്കുന്ന സമയത്ത് KSEB ഒരു ഫ്യൂച്ചർ ഇൻകം എക്സ്പെക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. Accrual accounting therefore gives the company a means of tracking its financial position more accurately. അക്രൂവൽ അക്കൗണ്ടിങ് ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മുടെ ഫിനാൻഷ്യൽ പൊസിഷൻ ആക്യുറേറ്റ് ആയിട്ട് മെഷർ ചെയ്യാം. ഫ്യൂച്ചർ ഇൻകത്തിനെയും കൂടെ കൺസിഡർ ചെയ്തിട്ട് ഫിനാൻഷ്യൽ പൊസിഷൻ കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. At the end of the month, when the company receives payment from its debtor or customer, receivable go down. നമുക്ക് പേയ്മെൻറ്റ് കിട്ടുന്ന സമയത്ത് ക്യാഷിൻ്റെ എമൗണ്ട് കൂടും, റിസീവബിളിൻ്റെ ബാലൻസ് കുറയും. അതാണ് അക്രൂഡ് റവന്യൂ എന്ന് പറയുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ നോക്കാം. അക്രൂഡ് എക്സ്പെൻസസ്. An accrued expense refers to when a company makes purchases on credit and enters liability in its general ledger, acknowledging its obligation to its creditors. ഒരു കമ്പനി ക്രെഡിറ്റിന് സാധനം പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ക്രെഡിറ്റർ എന്ന് പറയുന്ന ഒരു പുതിയ ലാബിലിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെടും. അതായത് ഞാൻ പൈസ കൊടുക്കാനുള്ള ആളാണ്, എൻ്റെ ഒരു ഒബ്ലിഗേഷനാണ് ക്രെഡിറ്റർ എന്ന് പറയുന്നത്. In accounting, it is an expense incurred but not yet paid. അപ്പം അക്രൂഡ് എക്സ്പെൻസ് എന്ന് വെച്ചാൽ ഒരു എക്സ്പെൻസ് ആണ്, പക്ഷേ എങ്കിൽ ഇതുവരെയായിട്ട് നമ്മൾ പേയ്മെൻറ്റ് കൊടുത്തിട്ടില്ല, പേയ്മെൻറ്റ് കൊടുക്കാനുള്ള എമൗണ്ട് ആണ്. കോമൺ അക്രൂഡ് എക്സ്പെൻസസ് ഇൻക്ലൂഡ്. സാധാരണഗതിയിൽ ഉണ്ടാവാറുള്ള അക്രൂഡ് എക്സ്പെൻസസ് ഏതൊക്കെയാണ്? 3 എണ്ണമാണ് ഉള്ളത്. ഒന്ന്, ഇൻട്രസ്റ്റ് എക്സ്പെൻസ് അക്രൂവൽ. ഒന്നാമത്തത് ഇൻട്രസ്റ്റ് അക്രൂവൽ എക്സ്പെൻസസ് എന്ന് വെച്ചാൽ ഇൻട്രസ്റ്റ് എക്സ്പെൻസസ് ദാറ്റ് ആർ ഓവഡ് ബട്ട് അൺപെയ്ഡ്. നമ്മൾ പേ ചെയ്യാനുള്ള ഇൻട്രസ്റ്റ്, ബാങ്ക് ലോണിൻ്റെ ഇൻട്രസ്റ്റ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നമ്മൾ പേഴ്സണൽ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ പേഴ്സണൽ ലോണിൻ്റെ ഇൻട്രസ്റ്റ്, നമ്മൾ പേ ചെയ്യാനുള്ള എമൗണ്ട് ആണത്. രണ്ടാമത് സപ്ലയേഴ്സ് അക്രൂവൽസ്. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് റെൻഡേർഡ് ബൈ എ തേർഡ് പാർട്ടി സപ്ലയർ. തേർഡ് പാർട്ടി സപ്ലയർ നമുക്ക് സാധനം തന്നിട്ടുണ്ട്, നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്, പേയ്മെൻറ്റ് കൊടുത്തിട്ടില്ല, അതാണ് സപ്ലയർ അക്രൂവൽ. മൂന്നാമത്തത് വേജ് ഓർ സാലറി അക്രൂവൽസ്. ദിസ് ഇൻക്ലൂഡ് സാലറീസ് ഓവ്ഡ് ടു എംപ്ലോയീസ് ഹൂ വർക്ക് ഫോർ part of the month without having received their full earned monthly salary. നമ്മുടെ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് നമ്മൾ സാലറി കൊടുക്കണ്ടേ? അത് നമ്മൾ ആ മന്ത് കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ എന്താ പറയുക? അതിന് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് എന്നാണ് പറയുന്നത്. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് തന്നെയാണ് അക്രൂഡ് എക്സ്പെൻസസ്. അപ്പം നമ്മൾ നമ്മളെ എംപ്ലോയീസിന് കൊടുക്കാനുള്ള പേയ്മെൻറ്റും അക്രൂഡ് എക്സ്പെൻസസിൻ്റെ ഭാഗമാണ്. അപ്പം 3 അക്രൂഡ് എക്സ്പെൻസസ് ആണുള്ളത്. ഇൻട്രസ്റ്റ് എക്സ്പെൻസസ് അക്രൂവൽ, സപ്ലയേഴ്സ് അക്രൂവൽ, വേജ് ഓർ സാലറി അക്രൂവൽസ്. എക്സാമ്പിൾ. ലെറ്റ്സ് ടേക്ക് an example of a startup company Y with an employee Joy who is under a cliff vesting plan and who is also getting a vesting schedule incentive after 5 years ഓഫ് കമ്മിറ്റ്മെൻറ്റ്. ഒരു ഓർഗനൈസേഷൻ ഉണ്ട്, ഓർഗനൈസേഷൻ സ്റ്റാർട്ടപ്പ് കമ്പനിയാണ്, പേര് വൈ. വൈൻ്റെ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരു എംപ്ലോയിയാണ് ജോയി എന്ന് പറയുന്നത്. ജോയി വർക്ക് ചെയ്യുന്നത് ക്ലിഫ് വെസ്റ്റിംഗ് പ്ലാനിന് കീഴിലാണ്. ഒരു വെസ്റ്റിംഗ് ഷെഡ്യൂൾ അനുസരിച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇൻസെൻറ്റീവ് 5 ഇയേഴ്സിന് ശേഷമാണ് ജോയിക്ക് കിട്ടുക. Joey became faithful, hardworking and diligent in the course of working for the company. ജോയി വളരെ ഫെയ്ത്ത്ഫുള്ളും ഹാർഡ് വർക്കിങ്ങും ഡെലിഗൻറ്റും ആയിട്ടുള്ളൊരു എംപ്ലോയിയാണ്. He makes it through the first year and thus receives his cliff vesting bonus and qualifies for the subsequent 5 years of the rest of his vesting schedule bonus. ജോയി നല്ല അടിപൊളിയായിട്ട് ഫസ്റ്റത്തെ ഇയറിൽ വർക്ക് ചെയ്തു.
അതുകൊണ്ട് തന്നെ ജോയി ക്ലിഫ് വെസ്റ്റിംഗ് ബോണസ് റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയായി. അങ്ങനെ കൂടാതെ തന്നെ ജോയിക്ക് സബ്സീക്വൻറ്റ് 5 ഇയേഴ്സിലേക്കുള്ള വെസ്റ്റിംഗ് ഷെഡ്യൂൾ ബോണസും കിട്ടി. However, during this period, Joy is not receiving his bonuses materially, as would be the case with cash received at the time of transaction. പക്ഷെങ്കിൽ ഈ എമൗണ്ട് ജോയിക്ക് പൈസയായിട്ട് കിട്ടുന്നില്ല. ഇൻസ്റ്റെഡ് ജോയിസ് ബോണസസ് ഹാവ് ബീൻ അക്രൂയിങ്. പാരലൽ ടു ദാറ്റ് കമ്പനി വൈസ് ലാബിലിറ്റി ഹാവ് ഓൾസോ ബീൻ ഇൻക്രീസിങ്. ജോയിക്ക് പേയ്മെൻറ്റ് കൊടുക്കാതെ നമ്മൾ ആ എക്സ്പെൻസസിനൊക്കെ അക്രൂ ചെയ്ത് വെക്കുകയാണ്. അതായത് കമ്പനീൻ്റെ ലാബിലിറ്റി ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. In case it's obvious that company Y become a debtor to Joy for 5 years. അതായത് കമ്പനി ജോയിക്ക് പൈസ കൊടുക്കാനുണ്ട്. അപ്പോൾ ജോയി ആരാ? നമ്മുടെ ഡെപ്റ്ററാണ്. 5 കൊല്ലത്തേക്ക് ജോയി നമ്മുടെ ഡെപ്റ്ററാണ്. നമുക്ക് ജോയിക്ക് കൊടുക്കാൻ ഒരു എക്സ്പെൻസ് ഉണ്ട്. ഒരു ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് വളർന്ന് വലുതാവുന്നുണ്ട്. Therefore, to carry an accrued recording of Joy's bonuses, the company must make a bonus liability record to record these bonus expenses. നല്ല രീതിയിൽ ബോണസിൻ്റെ എമൗണ്ട് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി കമ്പനി ഒരു അക്രൂഡ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യണം. When the company pays out Joy owed bonus, the transaction will be recorded by the company crediting its liability account and debiting its cash account. കമ്പനി ജോയ്ക്ക് പേയ്മെൻറ്റ് കൊടുക്കുന്ന സമയത്ത് അവരുടെ ലാബിലിറ്റി കുറയും. കാരണം അക്രൂഡ് എക്സ്പെൻസസ് ലാബിലിറ്റിയാണ്. അത് വളരെയധികം കൂടിക്കൂടി വലുതായിട്ടുണ്ടാവും. 5 കൊല്ലം കഴിയുന്ന സമയത്ത് നമ്മൾ ജോയ്ക്ക് പേയ്മെൻറ്റ് കൊടുക്കും. അപ്പം നമ്മൾ ജോയിൻ്റെ പേരിലുള്ള നമ്മളെ വലിയൊരു ലാബിലിറ്റി ഇല്ലാതാവും. പ്രീപെയ്ഡ് എക്സ്പെൻസസ് വേഴ്സസ് അക്രൂഡ് എക്സ്പെൻസസ്. അക്രൂഡ് എക്സ്പെൻസസ് എന്തൊക്കെയാണ് നമ്മൾ കണ്ടു. നമ്മൾ പേ ചെയ്യാൻ ഉള്ള എക്സ്പെൻസാണ്. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസിനാണ് നമ്മൾ അക്രൂഡ് എക്സ്പെൻസസ് എന്ന് പറയാം. അപ്പോൾ പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്തായിരിക്കും? നമ്മൾ മുൻകൂട്ടി പേ ചെയ്ത എക്സ്പെൻസുകളെയാണ് പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറയാം. പെയ്ഡ് ഇൻ അഡ്വാൻസ്. Prepaid expenses are the payment opposite of accrued expenses. Accrued expenses in the opposite are prepaid expenses. Rather than delaying payment until some future date, a company pays upfront for services and goods, even if it does not receive the total goods or services all at once at the time of payment. പേയ്മെൻറ്റ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് മൊത്തമായിട്ട് ഗുഡ്സോ സർവീസോ കിട്ടിയിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ ഫുൾ എമൗണ്ട് പേയ്മെൻറ്റ് കൊടുക്കുന്നു. അതിനാണ് പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, എ കമ്പനി മേ പേ ഫോർ ഇറ്റ്സ് മന്ത്ലി ഇൻ്റർനെറ്റ് സർവീസസ് അപ്പ് ഫ്രണ്ട് അറ്റ് ദ സ്റ്റാർട്ട് ഓഫ് ദ മന്ത് ബിഫോർ ഇറ്റ് ആക്ച്വലി യൂസസ് ദ സർവീസ്. നമ്മളെല്ലാവരും അങ്ങനെ തന്നെയല്ലേ ചെയ്യൽ? നമ്മൾ പ്രീപെയ്ഡ് ആയിട്ടുള്ള ഇൻ്റർനെറ്റിൻ്റെ പാക്കേജാണ് എടുക്കുക. നമ്മൾ പേയ്മെൻ്റ് ഒക്കെ കൊടുത്ത ശേഷമാണ് നമ്മൾ ഇൻ്റർനെറ്റിൻ്റെ സർവീസ് ഉപയോഗിക്കുക. അതിനെയാണ് പ്രീപെയ്ഡ് എക്സ്പെൻസസ് എന്ന് പറയാം. ഇമ്പാക്റ്റ് ഓഫ് അക്രൂവൽ അക്കൗണ്ടിങ്. അപ്പോൾ അക്രൂവൽ അക്കൗണ്ടിങ് എന്താണെന്ന് നമ്മൾ നോക്കി. ഇനി നമുക്ക് നോക്കാനുള്ളത് അക്രൂവൽ അക്കൗണ്ടിങ് എങ്ങനെയാണ് നമ്മളെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനെ ഇമ്പാക്റ്റ് ചെയ്യുന്നത്. ഇൻ അഡീഷൻ ടു അക്രൂവൽസ്, ആഡിങ് അനദർ ലെയർ ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ടു എക്സിസ്റ്റിംഗ് ഇൻഫർമേഷൻ, they change the way accountants do their recording. അക്രൂവൽ അക്കൗണ്ടിങ് ഒരു പുതിയ ഇൻഫർമേഷൻ മാത്രമല്ല, അക്കൗണ്ടൻ്റ് അക്കൗണ്ടിങ് റെക്കോർഡ് ചെയ്യുന്ന രീതിയിൽ തന്നെയുള്ള മാറ്റമാണ് അക്രൂവൽ അക്കൗണ്ടിങ്. ഇൻ ഫാക്ട്, അക്രൂവൽ ഹെൽപ്സ് ഇൻ ഡെമിസിഫൈയിങ് അക്കൗണ്ടിങ് ambiguity റിലേറ്റിംഗ് ടു റവന്യൂസ് ആൻഡ് ലയബിലിറ്റീസ്. റവന്യൂസിനെയും ലയബിലിറ്റീസിനെയും കുറിച്ചുള്ള നമ്മുടെ കൺസെപ്റ്റിനെ മാറ്റുന്ന ഒന്നാണ് അക്രൂവൽ അക്കൗണ്ടിങ്. ആസ് എ റിസൾട്ട്, ബിസിനസ് ക്യാൻ ഓഫൻ ബെറ്റർ ആൻറ്റിസിപ്പേറ്റ് റവന്യൂ വൈൽ കീപ്പിംഗ് ഫ്യൂച്ചർ ലയബിലിറ്റീസ് ഇൻ ചെക്ക്. അക്രൂവൽ അക്കൗണ്ടിങ് റെക്കോർഡ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോനെ ആൻറ്റിസിപ്പേറ്റ് ചെയ്യാനും പറ്റും, ലയബിലിറ്റീനെ ചെക്ക് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റും. Accruals assist accountants in identifying and monitoring
potential cash flow or profitability problem and in determining and delivering an adequate remedy for such problem. അക്രൂവൽ അക്കൗണ്ടിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ പൊട്ടൻഷ്യൽ ക്യാഷ് ഫ്ലോനെ ഐഡൻറ്റിഫൈ ചെയ്യാനും പറ്റും, മോണിറ്റർ ചെയ്യാനും പറ്റും. കൂടാതെ പ്രോഫിറ്റബിലിറ്റി പ്രോബ്ലംസിനെ മനസ്സിലാക്കാനും അതുപോലെ തന്നെ റെമഡീസ് എടുക്കാനും സാധിക്കുന്നുണ്ട്. റെക്കോർഡിംഗ് അക്രൂവൽസ്. To record accruals, the accountant must use an accounting formula known as accrual method. അക്രൂവൽസിനെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അക്കൗണ്ടൻ്റ് യൂസ് ചെയ്യുന്ന ഫോർമുലയാണ് അക്രൂവൽ മെത്തേഡ്. ദ അക്രൂവൽ മെത്തേഡ് എനേബിൾസ് ദ അക്കൗണ്ടൻ്റ് ടു എൻ്റർ, അഡ്ജസ്റ്റ് ആൻഡ് ട്രാക്ക് ആസ് യെറ്റ് അൺറെക്കോർഡഡ് ഏൺഡ് റവന്യൂ ആൻഡ് ഇൻകേർഡ് എക്സ്പെൻസസ്. അക്രൂവൽ മെത്തേഡിൽ അക്കൗണ്ടൻ്റ് എൻ്റർ ചെയ്യും, അഡ്ജസ്റ്റ് ചെയ്യും, ട്രാക്ക് ചെയ്യുന്നു. എന്തൊക്കെ? യെറ്റ് അൺറെക്കോർഡഡ്, ഇതുവരെയായിട്ട് റെക്കോർഡ് ചെയ്യാത്തത്, ഏൺഡ് ആയിട്ടുള്ള റവന്യൂ, ഇൻകർ ചെയ്തിട്ടുള്ള എക്സ്പെൻസസ് ഏതൊക്കെയാണ്? ഏൺഡ് റവന്യൂ എന്ന് വെച്ചാൽ ഏൺഡ് ഇൻ അഡ്വാൻസ്, ഇൻകേർഡ് എക്സ്പെൻസസ് എന്ന് വെച്ചാൽ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്, നമുക്ക് സർവീസ് കിട്ടിയിട്ടുണ്ട്, പേയ്മെൻറ്റ് ഇതുവരെ കൊടുത്തിട്ടില്ല, അത്തരത്തിലുള്ള എല്ലാ എക്സ്പെൻസസിനെയും റവന്യൂവിനും എൻ്റർ ചെയ്യാനും അഡ്ജസ്റ്റ് ചെയ്യാനും ട്രാക്ക് ചെയ്യാനും പറ്റുന്നുണ്ട്. For the records to be usable in the financial statement reports, the accountant must adjust journal entries systematically and accurately, and they must be verifiable. നമുക്ക് ഈ ഇൻഫോർമേഷൻസിനെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ റെക്കോർഡ് ചെയ്യണമെങ്കിൽ ജേണൽ എൻട്രി പ്രിപ്പയർ ചെയ്യണം. ജേണൽ എൻട്രി സിസ്റ്റമാറ്റിക്കും ആക്യുറേറ്റും വെരിഫയബിളും ആയിരിക്കണം. Such meticulous accountability means that the recording procedure must adhere to accounting double entry principle. നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന റെക്കോർഡിംഗ് പ്രൊസീജിയർ ഡബിൾ എൻട്രി പ്രിൻസിപ്പിളിന് അനുസരിച്ചുള്ളതായിരിക്കണം. That is, a record of an accrued liability must appear on the balance sheet. നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന accrued liability ബാലൻസ് ഷീറ്റിൽ അപ്പിയർ ചെയ്യണം. Also, a record of the accrued assets must be evident on the balance sheet and income statement. നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന അക്രൂഡ് അസറ്റ്സ് ബാലൻസ് ഷീറ്റിലും ഇൻകം സ്റ്റേറ്റ്മെൻറ്റിലും ഉണ്ടായിരിക്കണം. ഇനി ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ അക്രൂവൽ അക്കൗണ്ടിങ് ആൻഡ് ക്യാഷ് അക്കൗണ്ടിങ്. അക്രൂവൽ അക്കൗണ്ടിങ്ങും ക്യാഷ് അക്കൗണ്ടിങ്ങും തമ്മിലുള്ള ബന്ധം എന്താണ്? Even though both accrual accounting and cash accounting methods serve as a yardstick of performance and the economic position of the company in a given fiscal year, financial transactions in accrual accounting are reported as they happen. അക്രൂവൽ അക്കൗണ്ടിങ്ങിൽ നമ്മൾ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുക എപ്പം സംഭവിക്കുന്നു അതിനനുസരിച്ചിട്ടാണ്, both ഡെബിറ്റും ക്രെഡിറ്റും. However, the recording of transactions in cash accounting occurs at the time of cash transaction. ക്യാഷ് അക്കൗണ്ടിങ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ ക്യാഷ് എപ്പോൾ റിസീവ് ചെയ്യുന്നു, ക്യാഷ് എപ്പോൾ പേയ്മെൻറ്റ് കൊടുക്കുന്നു, അതിനനുസരിച്ചാണ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുക. ഈ പറഞ്ഞ കാര്യം അക്രൂവൽ അക്കൗണ്ടിങ് ക്യാഷ് അക്കൗണ്ടിങ് എന്താണെന്നുള്ളത് നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. അപ്പോൾ അക്രൂവൽ അക്കൗണ്ടിങ്ങിൽ നമ്മൾ ട്രാൻസാക്ഷൻ എപ്പോൾ നടക്കുന്നോ അപ്പോൾ റെക്കോർഡ് ചെയ്യും. ക്യാഷ് അക്കൗണ്ടിങ്ങിൽ എപ്പോൾ ക്യാഷ് റിസീവ് ചെയ്യുന്നു അല്ലെങ്കിൽ എപ്പോൾ ക്യാഷ് പേ ചെയ്യുന്നു അപ്പോൾ റെക്കോർഡ് ചെയ്യും. എക്സാമ്പിൾ നോക്കാം. ആദ്യത്തേത് ക്വസ്റ്റ്യൻ. ഓൺ December 31st, 2019, കമ്പനി എ calculated 50,000 as rent earned but not received for 12 months from January 19 to December 19. December 31st, 2019 കമ്പനി എ 50,000 രൂപ റെൻറ്റ് ഏൺഡ് ബട്ട് നോട്ട് റിസീവ്ഡ്, നമ്മൾ ഏൺ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇതുവരെയായിട്ട് കയ്യിൽ കിട്ടിയിട്ടില്ല എന്ന് കണ്ടുപിടിച്ചു. 12 മാസത്തേക്കുള്ള എമൗണ്ട് ആണത്. ജനുവരി 2019 തൊട്ടിട്ട് ഡിസംബർ 2019 വരെയുള്ള എമൗണ്ട്. The same is received in cash next year on January 10, 2020. അടുത്ത വർഷം ജനുവരി 10, 2020 ഈ ഫുൾ എമൗണ്ട് നമുക്ക് പേയ്മെൻറ്റ് കിട്ടുകയും ചെയ്തു. ഷോ all related rent entries including journal entry for accrued income on this date. 2 എൻട്രീസും എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്.
അക്രൂഡ് ആയ സമയത്തുള്ള എൻട്രിയും പേയ്മെൻറ്റ് കിട്ടുന്ന സമയത്തുള്ള എൻട്രിയും. ആദ്യം നമുക്ക് ഡിസംബർ 31, 2019 എഴുതുന്ന എൻട്രി നോക്കാം. ഡിസംബർ 31, 2019 റെൻറ്റ് ഏൺഡ് ബട്ട് നോട്ട് റിസീവ്ഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതുക അക്രൂഡ് റെൻറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ 50,000 ടു റെൻറ്റ് അക്കൗണ്ട്. അക്രൂഡ് റെൻറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു റെൻറ്റ് അക്കൗണ്ട് 50,000 എന്നാണ് എഴുതുക. അതായത് ഒരു റെൻറ്റിൻ്റെ എമൗണ്ട് കിട്ടാനുണ്ടായിരുന്നു, കിട്ടിയിട്ടില്ല. ജനുവരി 10, 2020 നമുക്ക് ആ എമൗണ്ട് കിട്ടുന്ന സമയത്ത് നമ്മൾ എന്താ എഴുതുക ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ 50,000 ടു അക്രൂഡ് റെൻറ്റ് അക്കൗണ്ട് 50,000. അക്രൂഡ് റെൻ്റായിട്ട് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്ന എമൗണ്ട് നമുക്ക് കിട്ടി എന്ന് എഴുതി വെക്കും. ഇനി നമുക്ക് രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ ജേണൽ എൻട്രി ഫോർ അക്രൂഡ് കമ്മീഷൻ. Let's assume that in March there was 30,000 as commission earned but not received due to business reason. നമുക്കൊരു ഇൻകം ഉണ്ടായിരുന്നു, കമ്മീഷൻ ഏൺ ചെയ്തു, പക്ഷെങ്കിൽ കിട്ടിയിട്ടില്ല. കുറേ ബിസിനസ് റീസൺസ് കാരണമാണ് അത് കിട്ടാണ്ടായി പോയത്. അറ്റ് ദ എൻഡ് ഓഫ് ദ മന്ത് ദ കമ്പനി വിൽ റെക്കോർഡ് ദ സിറ്റുവേഷൻ ഇൻ ദ ബുക്സ് വിത്ത് ദ ബിലോ ജേണൽ എൻട്രി. അപ്പം നമ്മൾ ഏൺഡ് ബട്ട് നോട്ട് റിസീവ്ഡ് എന്ന് പറയുന്ന കമ്മീഷൻ എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുക? അക്രൂഡ് കമ്മീഷൻ അക്കൗണ്ട് ഡെപ്റ്റർ 30,000 ടു കമ്മീഷൻ റിസീവ്ഡ് അക്കൗണ്ട് 30,000. അക്രൂഡ് കമ്മീഷൻ അക്കൗണ്ട് ഡെപ്റ്റർ 30,000 ടു കമ്മീഷൻ റിസീവ്ഡ് 30,000 എഴുതും. കമ്മീഷൻ ഏൺഡ് ബട്ട് നോട്ട് റിസീവ്ഡ്. ഇനി ലാസ്റ്റത്തെ ജേണൽ എൻട്രി നോക്കാം. എക്സാമ്പിൾ ജേണൽ എൻട്രി ഫോർ അക്രൂഡ് ഇൻട്രസ്റ്റ്. ഇൻട്രസ്റ്റ് അക്രൂ ചെയ്യുന്ന സമയത്തുള്ള ജേണൽ എൻട്രിയാണ്. ടോട്ടൽ ഓഫ് 2,000 വാസ് നോട്ട് റിസീവ്ഡ് ആസ് ഇൻട്രസ്റ്റ് ഏൺഡ് ഇൻ ഡിബഞ്ചർ ഇൻ ദ കറണ്ട് അക്കൗണ്ടിങ് ഇയർ. ഒരു 2,000 രൂപേൻ്റെ ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടിയില്ല, അതായത് ഏൺ ചെയ്തു പക്ഷേ റിസീവ് ചെയ്തില്ല. പോസ്റ്റ് ദ ജേണൽ എൻട്രി ഫോർ അക്രൂവൽ ഇൻകം. ഇൻട്രസ്റ്റ് ഏൺഡിൻ്റെ ജേണൽ എൻട്രി പാസ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ എന്താ എഴുതുക? അക്രൂഡ് ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഡെപ്റ്റർ 2,000 ടു ഇൻട്രസ്റ്റ് റിസീവ്ഡ് അക്കൗണ്ട് 2,000. ഇൻട്രസ്റ്റ് റിസീവബിൾ ഓൺ ഡിബഞ്ചർ ഏൺ ചെയ്തിട്ടുണ്ട് പക്ഷേ കിട്ടിയിട്ടില്ല. ഇത്രയാണ് നമുക്ക് മൊത്തത്തിൽ അക്കൗണ്ട് റിസീവബിളും അക്രൂവൽ അക്കൗണ്ടുകളുമായിട്ട് പഠിക്കാനുള്ളത്.